നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 29-ാം തീയതി കൈലാസ സന്നിധിയിലുള്ള ഋഷഭാദ്രിയിൽ ഉള്ള മൃതസഞ്ജീവിനി കൊണ്ടുവരുന്നതിന് വേണ്ടി പോകുന്ന മാരുതിയെ തടസ്സപ്പെടുത്തുന്ന കാലനേമിയുടെ പുറപ്പാടാണ് നമ്മൾ ഇന്നലെ പാരായണം ചെയ്തത്. ഒരു സന്യാസിയുടെ വേഷത്തിൽ ഒരു ആശ്രമം ഉണ്ടാക്കി നിരവധി ശിഷ്യന്മാരോടുകൂടി ഇരിക്കുന്ന കാലനേമിയെ കണ്ട് വന്ദിച്ച ഹനുമാൻ കുളിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് മകരി എന്ന ഒരു അസുര സ്ത്രീയെ കണ്ടു. അസുര സ്ത്രീയെ നിഗ്രഹിച്ചു. ആ ശരീരത്തിൽ നിന്നും ഒരു സുന്ദരിയായിട്ടുള്ള ദിവ്യരൂപം സ്വീകരിച്ചൊരു സ്ത്രീ ആകാശത്ത് വന്നു. ധന്യമാല്യ എന്ന ആ അപ്സര സ്ത്രീ രാവണനോട് മാരുതിയോട് പറഞ്ഞു, കാലനേമി നിന്നെ വഞ്ചിക്കുന്നതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കാലനേമിയെ നിഗ്രഹിച്ച് നീ ഔഷധം കൊണ്ട് ലങ്കയിലെത്തണം എന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് കാലനേമിയെ നിഗ്രഹിച്ച് മൃതസഞ്ജീവിനി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഋഷഭാദ്രി തന്നെ പൊക്കിയെടുത്ത് ലങ്കയിൽ കൊണ്ടുവെത്തി. അവിടുന്ന് ആ ഔഷധത്തിൻ്റെ കാറ്റേറ്റ് വാനരന്മാരെല്ലാം ജീവിക്കുന്നതായിട്ടുള്ള രംഗം. അതിനുശേഷം പിറ്റേ ദിവസം ഇന്ദ്രജിത്ത് ഹോമം നടത്തിയപ്പോൾ അത് മുടക്കി. ആ ഇന്ദ്രജിത്തുമായിട്ടുള്ള യുദ്ധം, ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കുന്നതായിട്ടുള്ള രംഗം ഒക്കെ വർണ്ണിച്ചു. തൻ്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടതറിഞ്ഞ് വിലപിക്കുന്ന രാവണനും ശുകാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഹോമം നടത്തി. ആ ഹോമം കപിവരന്മാർ പോയി മുടക്കി. അതനുസരിച്ച് രാവണൻ പിറ്റേ ദിവസം രാമനുമായിട്ടുള്ള യുദ്ധത്തിന് ഒരുമ്പെട്ട് ആ രാവണ യുദ്ധമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലെ പുറപ്പെട്ടു വന്നിതു ഭൂതലെ. ലങ്കാധിപന്നു സഹായമായി വേഗേന സഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരുമൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പിപ്പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കപികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു
വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിയിടുവാനാനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാനേകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ്ങത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയുമെന്തൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പൊരുന്നിതു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരമൊരുപോലെ യാതുധാനാവലിയോടു രഘുത്തമൻ. അസ്ത്രം പരീക്ഷിച്ച നേരമാർക്കും തത്ര ചിത്തെ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനീ വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതൂമേതുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീഥിനിയും പൈശാചങ്ങളും. നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണി തന്നിനാദവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ. ആകാശചാരികളാനന്ദപൂർവകം 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനന്നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തിതി കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനുമൊഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബമാരയ്യോ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളോരു നക്തഞ്ചരാധിപ സോദരി
രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റമതിൽ പരം പേപ്പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ.